സാർ, ഈ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചിരുന്നു. 2016 തോന്നുന്നു. ബെൽജിയത്തിൽ വെച്ചാണ് ഈ മരണം ഉണ്ടായത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുമാരസ്വാമി എന്തോ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് വിശദ വിവരങ്ങൾ? അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി, കുമാരസ്വാമി. കാരണം കുമാരസ്വാമിയുടെ കുടുംബത്തിൽ കുമാരസ്വാമിയുടെ അനന്തരവൻ പ്രജ്വൽ രേവണ്ണ ഈ ലൈംഗികാതിക്രമ കേസ്, അതെ രതി കുംഭകോണത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് വലിയ വിഷയമായി. ഇനി അവിടുന്ന് ഇന്റർപോളിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അങ്ങേര് തിരിച്ചു വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ അറസ്റ്റിലാവും. അത് വലിയ പ്രശ്നമാണ്. ഓൾറെഡി തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു. അത് ജൂൺ 4 പെട്ടി പൊട്ടിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ആ കുടുംബം, ഗൗഡ കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ആ വോട്ടെടുപ്പൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞിരുന്നു, ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അതിനെ എന്താ പറയുക, പ്രതിരോധം തീർക്കാൻ എന്തായാലും കഴിഞ്ഞ ദിവസം ദേവഗൗഡ തന്നെ ചൂടായിരുന്നല്ലോ. മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, കുടുംബക്കാരനവരാണല്ലോ, നീ വന്ന് കീഴടങ്ങണം എന്നൊക്കെ അദ്ദേഹം അന്ത്യശാസനമൊക്കെ കൊടുത്തല്ലോ ദേവഗൗഡ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ അണികളുടെ ഈ ദേഷ്യം, രോഷം, ക്ഷോഭം ഇതൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്നലെ കുമാരസ്വാമി വൈകിട്ട് പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനത്തിൽ ഈ കുമാരസ്വാമി ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രാകേഷ് സിദ്ധരാമയ്യ, അതാണ് മകൻ്റെ പേര്, ഈ സിദ്ധരാമയ്യയുടെ മകൻ്റെ പേര്. ഈ രാകേഷ് 39 വയസ്സായിരുന്നു. 2016 ജൂലൈ 30-നാണ് മരിച്ചത്. അന്ന് 39 വയസ്സ്, ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ മരിച്ചു, ബെൽജിയത്തിൽ ആൻഡ്വർപ്പ് ഹോസ്പിറ്റലിലാണ് മരിച്ചത്. അപ്പോൾ കുമാരസ്വാമി ഉന്നയിച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാകേഷ് എൻ്റെ മരണം അതിലെന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്, ഏത് ചടങ്ങിനാണ്, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബെൽജിയത്തിലേക്ക് പോയത്, മകൻ പോയത്, എന്തായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം, അതിന് അനുമതി കൊടുത്തിരുന്നോ, നിങ്ങൾ അനുമതി കൊടുത്തിരുന്നോ, രാജ്യം വിട്ടുപോകുന്നുണ്ടല്ലേ, സിദ്ധരാമയ്യ അത് നിങ്ങൾ അറിഞ്ഞിരുന്നോ, നിങ്ങളോട് ചോദിച്ചിട്ടാണോ പോയത്, പോകുമ്പോൾ കൂടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദുരൂഹത ഉണ്ടാക്കാം. അതെ അതെ. വോട്ടർമാർക്കും നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഈ പറഞ്ഞത് കേട്ട ആളുകളും മിണ്ടാതിരുന്നോളും. പല മാധ്യമങ്ങളും ഒക്കെ അങ്ങനെയാണല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ഇങ്ങേർക്ക് ഇതിന് 15 വർഷം മുമ്പ്, അതായത് 2001, ആ സമയത്ത് ഒരു കാർ അപകടം പറ്റിയിരുന്നു രാകേഷിന്. രാകേഷ് ഈ സാൻഡൽവുഡ് എന്ന് പറയുമല്ലോ, അവിടുത്തെ സിനിമ മേഖലയെ, അവിടെ ഒരു നടൻ ആകാനായിട്ട് ചെറിയ തോതിലൊക്കെ പറ്റിയിരുന്നു, ഹോളിവുഡ് പോലെ. അപ്പോൾ അതാണ് സാൻഡൽവുഡ് എന്ന് പറയുന്നത് കന്നഡ സിനിമാ ലോകത്തിന്. ഇവിടെ മോളിവുഡ്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കൈ നോക്കിയതാണ്. സിനിമാ മോഹം അത് അങ്ങനെയൊന്നും പച്ച പിടിച്ചില്ല. പക്ഷെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല ഒരിക്കലും. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് തൊട്ട് മുമ്പാണ് ഈ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടന്നിരുന്നത് രാകേഷിൻ്റെ. ആ ബർത്ത്ഡേ പാർട്ടിയിൽ പറഞ്ഞിരുന്നു, ഞാൻ അച്ഛൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ വരുണ മണ്ഡലത്തിൽ, വരുണയാണ് ഈ സിദ്ധരാമയ്യയുടെ ആ സമയത്തെ മണ്ഡലം, അവിടെ ഞാൻ മത്സരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ സിദ്ധരാമയ്യയുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ മാനേജ് ചെയ്യുന്നത് രാകേഷായിരുന്നു. വേറൊരു മകനുണ്ട്, ഇത് മൂത്ത മകനാണ് രാകേഷ്. മറ്റേ ഇളയ മകൻ യതീന്ദ്ര ഇപ്പം രാഷ്ട്രീയ കാര്യങ്ങളുമൊക്കെ നോക്കിക്കൊണ്ട് ഉണ്ട്, പക്ഷെ ഡോക്ടറാണ്.
അങ്ങേരെ ഡോക്ടറായതുകൊണ്ടാണ് നേരത്തെ അങ്ങേരെ ആ പ്രൊഫഷനിൽ നിൽക്കുകയും രാകേഷ് ഈ കാര്യങ്ങൾ നോക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഈ ലിവർ, പാൻക്രിയാസ്, അന്നത്തെ ആക്സിഡൻറ്റിൽ ഈ രാകേഷിൻ്റെ പാൻക്രിയാസ് അത് ഡാമേജ്ഡ് ആയിരുന്നു എന്നാണ് ഈ മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുമൊക്കെ. ഈ ഇങ്ങേര് അവിടെ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ജൂലൈ 22-ാം തീയതിയാണ് ചെല്ലുന്നത്. ജൂലൈ 24-ാം തീയതി വയറുവേദന എന്ന് പറഞ്ഞു, 2016. അത് കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി ബോധം കെട്ട് വീണു രാകേഷ്. ലോ BP, രക്തസമ്മർദ്ദം കുറഞ്ഞു. അത് കഴിഞ്ഞ് ആശുപത്രിയിലാക്കുന്നു. 27-ാം തീയതി ഒരു സർജറി നടന്നു ആൻഡ്വർപ്പ് ബ്രസൽസിലെ ഹോസ്പിറ്റല്. അത് കഴിഞ്ഞ് 28-ാം തീയതി ഒരു മൈനർ സർജറിയും കൂടി നടന്നു. ഈ മൊത്തം കിഡ്നി, പാൻക്രിയാസ് ഒക്കെ ആണല്ലോ, അപ്പം മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നോക്കുമ്പോൾ ഹെപ്പാറ്റോ റീനൽ സിൻഡ്രോം ഈ രാകേഷിന് ഉണ്ടായിരുന്നതായിട്ട് ആണ് പറയുന്നത്. ഇയാൾ കുഴഞ്ഞു വീണു എന്നൊക്കെ കേട്ടിട്ട് സിദ്ധരാമയ്യ, മകൾ പാർവതി, ഡോക്ടറായ മകൻ യതീന്ദ്ര, ഇവരുടെ കുടുംബ ഡോക്ടർ, ഇത്രയും പേര് ഉടനെ ബെൽജിയത്തിൽ എത്തിയിട്ടോ, മരണത്തിന് മുമ്പേ അവിടെ എത്തി. അന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജാണ്. സുഷമ സ്വരാജിനെ വിളിച്ച് സഹായങ്ങളൊക്കെ തേടിയിരുന്നു, മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒക്കെ. അപ്പോൾ ഈ എന്താണ് ഹെപ്പാറ്റോ റീനൽ സിൻഡ്രോം? കടുത്ത കരൾ രോഗമുള്ളവരിൽ കാണുന്ന ഈ പല അവയവങ്ങളെയും ബാധിക്കുന്ന വൃക്കരോഗമാണത്, ഈ ഹെപ്പാറ്റോ റീനൽ സിൻഡ്രോം. റീനൽ എന്ന് പറഞ്ഞാൽ തന്നെ വൃക്കയുമായി ബന്ധപ്പെട്ടത് എന്നാണ്. അത് പലതരത്തിൽ വരാം. മൂത്രം അധികം പോവില്ല, കരൾ പ്രവർത്തിക്കില്ല സാധാരണ പോലെ. ഇത് സിറോസിസ്, കരൾ രോഗമുണ്ടല്ലോ, മദ്യപാനികളൊക്കെ വരുന്നത്. മദ്യപാനം ഇല്ലാത്തവർക്കും വരാം. കാരണം മദ്യവർജന സമിതിയുടെ ഒക്കെ പ്രവർത്തകനായിരുന്ന പ്രൊഫസർ ജി കുമാരപിള്ളയില്ലേ, അദ്ദേഹത്തിന് സിറോസിസ് കേട്ടിരുന്നു. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയോ ഹെപ്പറ്റൈറ്റിസ് സിയോ വരാം. ഇതൊക്കെ മരണകാരണം. കേരളത്തിലൊരു മന്ത്രി മരിച്ചത് തന്നെ ഹെപ്പറ്റൈറ്റിസ് വന്നിട്ടാണല്ലോ, ലണ്ടനിലൊക്കെ പോയി ചികിത്സിച്ചിട്ടും. TM ജേക്കബ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം പിടിച്ച അസുഖം ഇങ്ങേർക്ക് ഉണ്ടായിരുന്നു. എങ്ങോട്ട് എന്തിനാണ് പോയത് എന്ന് കുമാരസ്വാമി ചോദിച്ചല്ലോ. ഈ കൂടെ പോയ സുഹൃത്തുക്കളുണ്ട് 4 പേര്. ആ 4 പേര് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളനുസരിച്ചിട്ട് ഇവര് അവിടെ ബെൽജിയത്തിൽ ബൂം എന്ന് പറഞ്ഞ നഗരത്തിൽ വർഷത്തിലൊരിക്കൽ ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ആനുവൽ പരിപാടി നടക്കാറുണ്ട്. ഒരു വാർഷിക പരിപാടി, വലിയ ഡാൻസ് കൂത്ത് പരിപാടി. ടുമോറോ ലാൻഡ് എന്നാണ് അതിൻ്റെ പേര്, ടുമോറോ ലാൻഡ്. അവിടെ പോയതാണെന്നാണ് അവരുടെ ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അവരവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്കാണ് പോയതെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാവും. അപ്പോൾ ആ വാർഷികത്തിൽ അയാൾ പോയി ഇങ്ങനെ വീഴാനും ഒക്കെ സാധ്യത ഒക്കെ ഉണ്ടായിരുന്നു. ഇയാൾ പാർട്ടിയിലൊക്കെ അറിയപ്പെട്ടിരുന്ന ചിക്ക സഹേബ്രു എന്നാണ്. ഇയാൾ വിജയ കോളേജിൽ നിന്ന് സയൻസ് ബിരുദം, സയൻസ് ഗ്രാജുവേറ്റ് ആണ്. മണ്ഡലം നോക്കി ഇങ്ങനെ നടന്നിരുന്ന ഒരാളാണ്. ഇയാളുടെ മരണത്തിന് ശേഷം യതീന്ദ്ര, ഈ അനുജൻ യതീന്ദ്ര സ്ഥാനമേറ്റിട്ട് ഈ 2023 കഴിഞ്ഞ കൊല്ലം നവംബർ 16 വലിയൊരു വിവാദത്തിൽപ്പെട്ടിരുന്നു. അവിടുത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി മഹാദേവപ്പയ്ക്ക് ഫോണിൽ നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു ചില ആളുകളെയൊക്കെ
ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചില്ലറ മേടിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആരോപണമൊക്കെ പ്രതിപക്ഷമൊക്കെ ഉയർത്തിയിരുന്നു. ഇതിനും പുറമെ 2023 ഓഗസ്റ്റ് 19 സിദ്ധരാമയ്യ ഒരു യോഗത്തിൽ പ്രഖ്യാപിച്ചു, ഇതെൻ്റെ അവസാന തിരഞ്ഞെടുപ്പാണ്, യതീന്ദ്രയും ധവാൻ രാകേഷുമായിരിക്കും എൻ്റെ പിൻഗാമികൾ. ധവാൻ രാകേഷ് എന്ന് പറയുന്നത് ഈ മരിച്ചുപോയ രാകേഷിൻ്റെ മകൻ. പിൻഗാമികളെയും പ്രഖ്യാപിച്ചു. അതായത് വംശാധിപത്യം, ഇത് പറയാതെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ ഇവരായിരിക്കും സ്റ്റേജിൽ ഇവരെ നിർത്തിയിട്ടേ, ഞാൻ്റെ ഒരു ചിത്രം കണ്ടു ഈ പയ്യനൊക്കെ നിൽക്കുന്നത്, ഇവരായിരിക്കും എൻ്റെ പിൻഗാമികൾ എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ അടുത്തിടെയും ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ യതീന്ദ്രയ്ക്കെതിരെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ രോഗത്തിൻ്റെയും ഇയാളുടെ യാത്രയുടെയൊക്കെ കാര്യമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം. ഇനി ഈ കുമാരസ്വാമി ഇത് പറഞ്ഞല്ലോ, അപ്പോൾ കുമാരസ്വാമി വേറെന്തെങ്കിലും ഈ യാത്രയെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ? സംശയിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബെൽജിയത്തിൽ സാധാരണ ആളുകൾ എന്തിടപാടിന് എന്തെങ്കിലും ഡീലിനാണ് അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലമാണോ ബെൽജിയം? കാരണം അതിനൊക്കെ പോകാവുന്ന സ്ഥലങ്ങൾ, വല്ല ഗൾഫ് യാത്രയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം. ബെൽജിയം പോലൊരു സ്ഥലത്ത്, അതായത് സിദ്ധരാമയ്യക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നില്ലേ? അന്വേഷണം എന്തുകൊണ്ട് നടത്തിയില്ല എന്നൊക്കെ ഈ ചോദ്യത്തിൽ അല്ലല്ല. അന്വേഷണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡെത്ത് ആണെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞു പോരുന്നത്. പിന്നെന്തിനാണ് അന്വേഷണം എന്നുള്ളതിലെ നിലപാട്? അതാണ് ഈ കുമാരസ്വാമി ചോദ്യം ചെയ്തേക്കുന്നത്. പക്ഷെ സിദ്ധരാമയ്യക്ക് ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഈ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടാം. ഇതിങ്ങനെയാണ് പറഞ്ഞാണല്ലോ, നമ്മൾ ഈ പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഈ സീസറുടെ വൈഫ് സംശയാതീതയായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ശ്രീരാമൻ സീതയോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ അല്ല കാട്ടിലേക്ക് അയക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടായപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. രാമായണത്തിൽ തന്നെ പറയുന്നത് ആന അമർന്നതുപോലെ അമറി രാമൻ കരഞ്ഞുകൊണ്ട് മുറിക്കുള്ളിലേക്ക് പോയി എന്നാണ്. ഈ തീരുമാനം എടുത്തിട്ടേ ഒട്ടും സുഖമുള്ള തീരുമാനമല്ല. പക്ഷെ ഭരണാധികാരി ആയതുകൊണ്ട് അങ്ങനെ ഒരു വെളുത്തേടൻ പരിദൂഷണം പറഞ്ഞു വരുത്തിയപ്പോൾ, അന്നത്തെ മാധ്യമ പ്രവർത്തകൻ ആണ്, പരിദൂഷണം പറഞ്ഞു വരുത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ പൊതുരംഗത്ത് നിൽക്കുന്നവർ സുതാര്യത പുലർത്തണം എന്നുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുമാരസ്വാമി വെറുതെ ഒരു പുക സൃഷ്ടിച്ചതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിലോ, എങ്കിലും ആ കാര്യം പറയണമല്ലോ. കാരണം കുടുംബത്തിലെ ഒരു ചെക്കൻ്റെ ഒരുപാട് ഈ മറ്റേ പെൻഡ്രൈവിൽ ഒരുപാട് ദൃശ്യങ്ങൾ ഇറങ്ങിയിട്ടുള്ളതാണ്. രേവണ്ണെ കൊണ്ട് അവർ സഹിയിട്ടിരിക്കുന്ന സമയത്താണ്. പക്ഷേ ഈ പത്രസമ്മേളനത്തിൻ്റെ ഒരു കുഴപ്പം, വെറുതെ 3-4 ചോദ്യങ്ങൾ ചോദിച്ചതല്ലാതെ എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് എന്നൊന്നും ഈ ആരോപണങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത ഒന്നും ഞാൻ കണ്ടില്ല. രേഖകളിൽ പറയുന്നത് ഈ വൃക്കരോഗവും അനുബന്ധ കാര്യങ്ങളുമൊക്കെയാണ്. അതൊക്കെ ആയിരുന്നെങ്കിൽ ഈ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നൊക്കെ പറയുന്നതിന് കാര്യങ്ങളുണ്ട്. അല്ലാതെ അവിടെ എന്തെങ്കിലും സംഘർഷമുണ്ടായോ, ആരെങ്കിലുമായിട്ട് അടികലശലുണ്ടായോ, എന്തെങ്കിലും ഒരു സൂചന ഈ കുമാരസ്വാമി നടത്തിയ പത്രസമ്മേളനത്തിലില്ല. അപ്പോൾ ഇനി ഈ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് കോൺഗ്രസ്സുകാർ ഇറങ്ങിയിട്ടുമില്ല. DK ശിവകുമാർ ചെറിയ തോതിൽ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ, അത് അസുഖമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഡയാലിസിസിന് വിധേയനായിരുന്ന ആളായിരുന്നു രാകേഷ് എന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതാണ്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് വാസ്തവമെങ്കിൽ ഇപ്പോൾ ഈ കുമാരസ്വാമി ചെയ്തത് അത്ര ശരിയാണോ എന്നുള്ളൊരു സംശയം. അടുത്ത കാലത്ത് അപ്പോൾ ഇപ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്ന ഈ പുകമറ, ഉയർത്തിയിരിക്കുന്ന പുകമറ കുമാരസ്വാമി തന്നെ ഉയർത്തിയതാണ്. ഞാൻ ധാരാളം ഈ അക്കാലത്തെ പത്രവാർത്തകളൊക്കെ നോക്കി, അതിൻ്റെ അകത്തൊരു സ്ഥലത്തും ഇങ്ങനൊരു സംശയം ഉന്നയിച്ച് കണ്ടില്ല.
പ്രതിപക്ഷമോ അന്നത്തെ പ്രതിപക്ഷമോ ഒന്നും. അപ്പോൾ ഈ പുകമറ നീക്കേണ്ട ബാധ്യത കുമാരസ്വാമിയുടെ തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ അങ്ങനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആർക്കാണ് ദോഷം? കുമാരസ്വാമിക്ക് തന്നെയാണ്. അയാളുടെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കും, വിശ്വാസ്യതയെ ബാധിക്കും. എന്തായാലും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ്റെ മരണത്തിനെ പറ്റി ഒരു ദുരൂഹത ഉയർത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്ന് സമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് സംസാരിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.